വെൽക്കം ബാക്ക് again guys. അപ്പോൾ രാവിലെ എണീറ്റിട്ടുണ്ട്. സമയം ഇപ്പം 5:20 കണ്ടായി ചേട്ടാ. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോയിരുന്നു. ചമ്മന്തി ഉണ്ട്, ചായ ഉണ്ട്. അപ്പോൾ കഴിക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് 11 to 3 കേട്ടോ. ഫോണിൻ്റെ ചാർജിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്. ഫോണിൻ്റെ പോർട്ടിന് കുഴപ്പമില്ല, കേബിളിൻ്റെ പ്രശ്നമാണ് കേട്ടോ. കേബിള് പുതിയ കേബിളായിരുന്നു. ഞാനത് ചാർജ് കൊടുത്തിട്ട് ഓർഡർ എടുക്കാൻ വേണ്ടി പെട്ടെന്ന് ഇറങ്ങിയപ്പോൾ ഫോൺ എടുത്തപ്പോൾ വയറ് കയറി പിടിച്ച് ബെൻഡായി. അപ്പോൾ പുതിയ കേബിൾ വാങ്ങിച്ചാൽ ശരിയാകുമായിരിക്കും. ഞാൻ തൽക്കാലം ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. 11 to 3 ഫസ്റ്റ് ഓർഡർ അടിച്ചതെന്ന് പറയണത് വെജ് ദർബാറാണ് കേട്ടോ. നമ്മളെ പേരൂക്കട ഉള്ള ഇവിടെ റോഡ് പണി നടക്കുന്ന കേട്ടോ. പേരൂക്കട മറ്റേ ഇതിൻ്റെ അതുകൊണ്ട് ആ ഭാഗം ഫുള്ള് അടച്ചിട്ടാണ്. ഇവിടെ മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടി ഇതിലേ പറഞ്ഞു. ഈ റോഡും കായുണ്ട്, എല്ലായിടം കുഴിച്ചു എന്ത് ചെയ്യേ എന്ന അവസ്ഥ. അപ്പോൾ നമ്മൾ ഭയങ്കര തിരക്കേട്ടോ. ഈ ഒരു സൈഡ് ഫുള്ള് ബ്ലോക്കായി. ഒരു പുള്ളിക്കാരൻ പെട്ടെന്ന് എടുത്ത് ചാടി കേട്ടോ. ഒരു സൈഡ് ഫുള്ള് ബ്ലോക്ക്, ആ സൈഡ് ഫുള്ള് ബ്ലോക്ക് കേട്ടോ. നമ്മൾ ഓടെ ഫ്രീ ആയിട്ട് ഇടയ്ക്ക് കയറി പോവാ. അയ്യോ, ഫ്രീ എന്ന് പറഞ്ഞ ഉടനെ ബ്ലോക്കായി. ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇതൊരു ഓർഡർ റെഡി ആയിട്ടില്ല കേട്ടോ. നമ്മൾ വണ്ടി അങ്ങോട്ട് കയറ്റി വയ്ക്കും. ഗൈസ്, ഫുഡ് റെഡി ആയിട്ടില്ല, സമയം എടുക്കും കേട്ടോ. നല്ലപോലെ നല്ല ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. ഗൈസ്, റെഡി ആയിട്ടുണ്ട്. 20 മിനിറ്റ് എടുത്ത് കേട്ടോ റെഡി ആവാൻ. ഇവിടെ എത്തി താമസമാണ്. ഐറ്റം കിട്ടിയിട്ടുണ്ട്. OTP ഉണ്ട് കേട്ടോ അതിൽ. ഇപ്പോൾ ഐറ്റം എടുത്തിട്ടുണ്ട്. ഐറ്റം എന്ന് പറയുന്നത് പനീർ താലിയാണ് കേട്ടോ. പനീർ താലി, ഹൈദരാബാദി പനീർ താലി. അടിപൊളി ഓർഡർ കേട്ടോ. അത് നല്ല സൂപ്പർ ഓർഡർ. 140 മീറ്ററേ ഉള്ളൂ, ഇവിടെ തൊട്ടടുത്ത് കൊടുക്കാൻ വേണ്ടി. നമ്പർ N 181 കേട്ടോ. ഇതിന് N 181, 163. ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ശരി ഗൈസ്, ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ 20 രൂപയാണ് കിട്ടിയത്. വലിയ ദൂരമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. 100-150 മീറ്ററേ ഉള്ളായിരുന്നു. അപ്പോൾ ഇവിടെയാണ് കൊടുത്തത്. പിന്നെ നേരെ പോകാം കേട്ടോ. ഇറാനി റെസ്റ്റോറൻറ്റ് അവിടെ നല്ല ഓർഡർ ഉണ്ടെന്ന് ഇതിൽ കാണിക്കുന്നുണ്ട്. ഉറപ്പില്ല, കിട്ടിയാ കേട്ടോ. അപ്പോൾ ഇറാനി ഹോട്ടൽ ഇവിടെയാണ് കേട്ടോ. ഇവിടെ പെട്ടെന്ന് ഓർഡർ അടിക്കണം, പക്ഷെ അടിക്കൂല കേട്ടോ. ചിലപ്പോൾ ഇവിടെ നിന്ന് 1 കിലോമീറ്റർ അപ്പുറം ചെല്ലുമ്പോൾ അടിക്കും ഓർഡർ അടിക്കണം. അതായത് ഇവിടെ 2 മിനിറ്റ് നിർത്തി നോക്കാം അല്ലേ. ഗൈസ്, മുട്ട ഒരു പണി കിട്ടി, എയറില്ല, പഞ്ചറായി. പഞ്ചറാണോ ഇനി എയർ പോയെന്ന് അറിഞ്ഞൂടാ കേട്ടോ. അത് കഴിഞ്ഞാൽ ചതിയായി പോയില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവിടെ പെട്രോൾ പമ്പിൽ പോയിട്ടേ
എയർ അടിച്ച് നോക്കാം. പഞ്ചർ അല്ലെന്നുണ്ടെങ്കിൽ സെറ്റാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. നേരെ പോകാം കേട്ടോ. നേരെ അവിടെ പെട്രോൾ പമ്പിൽ പോയി എയർ അടിക്കാം. എയർ അടിക്കുമ്പോൾ അറിയാൻ പറ്റും എന്താണ് കുഴപ്പമെന്ന്. ഞാൻ നോക്കി കുറേ നേരം കൊണ്ട് ടയർ ഒരുമാതിരി പോകണം കേട്ടോ. ഇതെന്താണ് ഇങ്ങനെ വിളവിള പോണേന്നാലും നോക്കി. സംഭവം പഞ്ചറായിരുന്നു കേട്ടോ. ഏകദേശം പെട്രോൾ പമ്പിൽ എത്തി. ചേട്ടാ ಸ್ವಲ್ಪ എയർ അടിച്ചു. കഴിച്ച് നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. അടുത്ത ഓർഡർ എവിടെയെന്ന് അറിഞ്ഞൂടാ കേട്ടോ. ഞാൻ ഓർഡർ അടിച്ച സമയത്താണ് പഞ്ചറായ കണ്ടത്. പെട്ടെന്ന് നോക്കാം എവിടെ. ബെൽജിങ് ബൈറ്റ്സ് ആണ് കേട്ടോ. ബെൽജിങ് ബൈറ്റ്സ് എന്ന് പറയണത് എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വട്ടിയൂർക്കാവ് അമ്പലമുക്കെന്നാണ് കൊടുത്തത്. ബെൽജിങ് ബൈറ്റ്സ്. ഗായ്സ് വേണ്ട, ഇത് വേണ്ട, ഇതാണ് കൊണ്ടത്. അതാണ് സംഭവം. ഒട്ടും സൂചി എന്തൊരു ആണിയാ. ശരി, എൻ്റെ പൊന്നെ. അപ്പോൾ പഞ്ചർ 100% പഞ്ചർ തന്നെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ പഞ്ചർ ഓട്ടിക്കാൻ പറ്റൂല. നോക്കാം കേട്ടോ. കഴിച്ച പോയി ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. പഞ്ചർ തന്നെ കേട്ടോ ടയറെ. കയ്യിൽ നേരത്തെ എന്തോ ഫുഡ് കൊണ്ടുപോയി കേട്ടോ. അതിനെന്തോ എണ്ണ എന്തരായി 65-80. അപ്പോൾ ഐറ്റം എടുത്തിട്ടുണ്ട്. ഐറ്റം എന്ന് പറയണത് ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഐറ്റം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഫുഡ് എടുത്തിട്ടുണ്ട്. സംഭവം ചൂടുന്ന രക്ഷയില്ല കേട്ടോ. ലെമൺ ബൈസൽ ചിക്കൻ കേട്ടോ. ലെമൺ ബൈസൽ ചിക്കൻ. ഗൈസ് കൊടുക്കാനുള്ള പുളിമൂട് കേട്ടോ. പുളിമൂടാണ് വച്ച് പിടിക്കാം. അപ്പോൾ ഇവിടുന്ന് എത്ര കിലോമീറ്റർ എന്ന് വെച്ചാൽ 4.3 കിലോമീറ്റർ ഉണ്ട്. പുളിമൂടാണ്. പുളിമൂടല്ലേ? പുളിമൂടെന്ന് പറയുമ്പോൾ നമുക്ക് പുളിമൂടല്ലേ? പുളിമൂട്, പ്ലാമൂട്. പുളിമൂട് എന്ന് പറഞ്ഞാൽ നന്തംകുട റൂട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടുന്ന് 4.4 കിലോമീറ്റർ ഉണ്ട്. നേരെ വച്ച് പിടിച്ചാൽ മതി കേട്ടോ. പിന്നെയും പഞ്ചറിന്റെ പ്രശ്നമാണല്ലേ. അയ്യോ, എന്ത് ചെയ്യാ, പഞ്ചർ ഒട്ടിച്ചല്ലേ പറ്റുള്ളൂ കേട്ടോ. പക്ഷെ ഒരു ഓവറും കൂടെ കംപ്ലീറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒന്നല്ലേ 2 ചെയ്യാം. 2 കംപ്ലീറ്റ് ചെയ്താലേ ശരിയാവും. ഞാനിടെ റോഡിൽ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് പോയി. റോഡിൽ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് പോയി കേട്ടോ. ആരാ തോന്നുന്നു. ചാർജ് ഇപ്പം തീരും കേട്ടോ. 32% ഉള്ളൂ. പക്ഷേ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് കാണിക്കുന്നത് കേട്ടോ. ഈ ഭാഗത്താണ് കാണിക്കുന്നത്. ഹൗസ് നമ്പർ ഞാൻ നോക്കിയില്ല, പെട്ടെന്ന് വന്ന് ഇവിടെ ഒതുക്കിയിട്ട് നോക്കാം. ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. 12 കേട്ടോ. 12. ഓക്കെ, അവിടെ ആള് വന്നു കേട്ടോ. ശരി. ഏകദേശം 37 കിട്ടിയത്. അപ്പോൾ അടുത്ത ഓവർ അടിച്ചിട്ടുണ്ട്. അടുത്ത ഓവർ 37 ഈ ഇതിന് കിട്ടിയത് കേട്ടോ. ഈ ഓവറിന് കിട്ടിയത്. അടുത്ത ഓവർ എന്ന് പറയുന്നത് സ്റ്റാച്ചു ഹോട്ടലാണ് കേട്ടോ. പാളയത്ത്. അവിടെ വണ്ടി വയ്ക്കാൻ പറ്റുമെന്ന്. ഇങ്ങോട്ടാണ് പോകാനുള്ളത്. ഇവിടുന്ന് 600 മീറ്റർ ഉള്ളൂ കേട്ടോ സ്റ്റാച്ചു ഹോട്ടലിലേക്ക്. ഇങ്ങോട്ടാണ് പോകാനുള്ളത്. എയർ അടിക്കണം കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാ. സ്റ്റാച്ചു ഹോട്ടൽ എന്ന് പറയുന്നത് ആ സെക്രട്ടേറിയറ്റ് നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഹോട്ടലാണ് കേട്ടോ. അവിടെ നല്ല അവിടുത്തെ ഡീലിങ്സ് ഒക്കെ നല്ല ക്ലിയർ ആണ് കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം ഇതുപോലെ വെള്ളമൊക്കെ ചോദിച്ചാൽ ഭയങ്കര കാര്യം, നല്ല സഹകരണമുണ്ട് അവിടെ.
ഓക്കെ സെറ്റ്. പഴയ തുരുമ്പെടുത്ത ബസ്. ഇതിനൊക്കെയാണ് പോലീസിന് പിന്നെ തുരുമ്പെടുത്ത ബസ്സും പേപ്പർ ഇല്ലാത്ത ബസ്സും RC ഇല്ലാത്ത ബസ്സും പെർമിറ്റ് കട്ടായ RC ക്യാൻസലായ ബസ്സൊക്കെ ഉണ്ട്. നമ്മൾ കൊണ്ടുപോയാൽ കുറ്റം. ഇവിടെ ഫ്രീ ലെഫ്റ്റ് ആണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഫ്രണ്ടിലൊരു കാർ നിർത്തിയേട്ടാ. ഫ്രീ ലെഫ്റ്റ് ആണെന്ന് തോന്നില്ല. എന്തായാലും അവർ നല്ല ഡ്രൈവിംഗ് കൾച്ചറുള്ള ആളെന്ന് മനസ്സിലായി. അപ്രിഷിയേറ്റ് ദാറ്റ്. ഓക്കെ ഗായ്സ്, അപ്പോൾ സ്റ്റാച്യു ഹോട്ടലാണ്. ഇവിടുന്ന് U-ടേൺ എടുത്ത് കയറണം കേട്ടോ. അതുകൊണ്ട് അവിടെയാണ് സ്റ്റാച്യു ഹോട്ടൽ. നമ്മളെ ഹോട്ടൽ എന്ന് പറയുമ്പോൾ അവിടെയാണ് കേട്ടോ. ഒരു പാവം കേട്ടോ, ഒരു മാവൻ എഴിഞ്ഞ് അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് അവസ്ഥ കേട്ടോ. ഓക്കെ ഗൈസ്, ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. സ്റ്റാച്യു ഹോട്ടലായിരുന്നു. അപ്പോൾ അടിപൊളി. 47-40 ഫുഡും റെഡിയായി. പൈസ ഐറ്റം കിട്ടിയിട്ടുണ്ട്. സിഗ്നലും ഉണ്ട്. ഇത് കോളിയില്ല. സിഗ്നൽ വീഴുമെന്തോ. അപ്പോൾ ഗോപി മഞ്ചൂരിയാണ് ഐറ്റം എടുത്തത്. അപ്പോൾ കൊടുക്കാനുള്ള നന്ദാവനം പാളയമാണ്. എൻ്റെ ഭാഗ്യം, നോക്കിയാണ് സിഗ്നലും ഉണ്ട് കേട്ടോ. ഫുഡ് എടുത്ത് നിന്ന് ലൊക്കേഷൻ നോക്കി സിഗ്നലും ഉണ്ട്. അടിപൊളി, വച്ച പിടിച്ചോ. പക്ഷെ ചാർജ് ചെയ്യുമെന്നാണ് പേടി കേട്ടോ. ചാർജർ കംപ്ലൈൻറ്റ്, ചാർജറിൻ്റെ കേബിൾ കംപ്ലൈൻറ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ അവിടുന്ന് 1.5 കിലോമീറ്റർ ഉള്ളൂ. നേരെ വെച്ച് പിടിക്കാം. അപ്പോൾ ഒരു ഓറും കൂടെ സുന്ദരമായിട്ട് എടുക്കാൻ പറ്റും. പെട്രോളും ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല. ഇനി എയറും കൂടെ അടിച്ചാൽ മാത്രം മതി. അത് ഈ ഓവർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് എയർ അടിക്കാം. ഏകദേശം ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് കാണിക്കുന്നത് കേട്ടോ. ഏകദേശം ഓവർ കൊടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ലേഡീസ് ഹോസ്റ്റലായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത ഓവർ നമുക്ക് അടിച്ചിട്ടുണ്ട്. അടുത്ത ഓവർ എന്ന് പറയുന്നത് മദേഴ്സ് വെജ് പ്ലാസയാണ്. അപ്പോൾ ഇന്ന് കലക്കും കേട്ടോ. പിന്നെ എപ്പോഴും ഫോൺ സ്വിച്ച് ഓഫ് ആവണമെന്ന് ദൈവത്തിന് അറിയാം. ഗൈസ്, അപ്പം 29 രൂപ 53 പൈസയാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ അടുത്ത ഓവർ എന്ന് പറയുന്നത് മദേഴ്സ് വെജ് പ്ലാസയാണ്. നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് 600 മീറ്ററേ ഉള്ളൂ. ഇന്ന് ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ 120 വരെ ഇൻസെൻറ്റീവ് കിട്ടും കേട്ടോ. ഫോണിൽ ചാർജ് ചെയ്യുന്നു 20% ഉള്ളൂ. ഗൈസ്, അപ്പോൾ ഫുഡ് റെഡി ആയിട്ടുണ്ട്. സാധാരണ ഇവിടെ വരുമ്പോൾ ഫുഡ് റെഡി ആവാത്ത തന്നെ കേട്ടോ. ഗൈസ്, അപ്പോൾ ഐറ്റം കിട്ടിയിട്ടുണ്ട്. ഐറ്റം എന്ന് പറയുന്നത് ചപ്പാത്തി വിത്ത് പനീറും ബട്ടർ മസാല കോംബോയാണ് കേട്ടോ. ഗോപി മഞ്ചൂരി, ആലു എല്ലാം കൂടെ കോംബോയാണ്. ഗൈസ്, അപ്പോൾ കുറവാണ് കൊടുക്കാനുള്ളത്. നേരെ വെച്ച് പിടിക്കാം കേട്ടോ. കുറവാണ്. ഇവിടുന്ന് റൈറ്റ് കയറി പോകാം കേട്ടോ. റൈറ്റ് കയറി നേരെ നല്ല കിടുക്കാച്ച് വെയിലെന്ന് പറഞ്ഞാൽ നല്ല കിടുക്കാച്ച് വെയിൽ കേട്ടോ. ഓക്കെ, അപ്പം നേരെ പോവാം. ഇവിടുന്ന് 4 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. 4 കിലോമീറ്റർ. ഓക്കെ, 2 ഓവറും കൂടെ കംപ്ലീറ്റ് 2 ഓവർ കിട്ടും. പക്ഷെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ബാറ്ററി ചാർജ് ഇല്ല. അതായത് ഈ സാധനം കംപ്ലൈൻറ്റ്. 2 ഓവറും കൂടെ എടുത്തിരുന്നെങ്കിൽ 194 രൂപ കിട്ടിയേനെ. എവിടെ കയറി വരണെന്തോ.
ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡ് അകത്തോട്ട് കയറി പോകണം. ഇമ്പീരിയൽ കോർട്ട് കേട്ടോ. എടാ വണ്ടി കയറ്റാമോ? ആഹാ, അത് പറയണ്ടേ, ഞാൻ വിചാരിച്ചു. നോക്കട്ടെ. 7A. ഓ ശരി. കഴിച്ച ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സെക്യൂരിറ്റിയിൽ കൊടുത്തത് അതെന്തായാലും കൊള്ളാം കേട്ടോ. അവർ കൊണ്ട് കൊടുത്തു. ഇവിടെ അകത്ത് കയറാൻ പറ്റൂല നമ്മൾ കേട്ടോ. ഗൈസ്, അപ്പം ഇന്നത്തെ നമ്മളെ ഓർഡറും കാര്യങ്ങളെല്ലാം അവതാളത്തിലായി, ഒരു രക്ഷയില്ല. അപ്പോൾ ഇന്നത്തെ ഇൻസെൻറ്റീവ് എല്ലാം പോയിട്ടുണ്ട്. ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്, ഇൻസെൻറ്റീവ് എല്ലാം പോയി. അപ്പോൾ ഇന്നത്തെ ഇൻസെൻറ്റീവ് പോയി 114, മാക്സിമം ഒരു 194 വരെ കിട്ടിയെന്നെ കേട്ടോ. പക്ഷേ നമുക്ക് ഭാഗ്യമില്ല, പോയത് പോട്ട്, ഇപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. സംഭവം ചാർജർ പ്രശ്നമാണ്. ഈ ചാർജിങ് പോർട്ടിൻ്റെ കുഴപ്പമില്ല, ഫോണിൻ്റെ കുഴപ്പമില്ല, ചാർജറിൻ്റെ കുഴപ്പമാണ് കേട്ടോ. കേബിൾ 160 രൂപയാവും സാധനം. കടയിൽ നിന്ന് വാങ്ങിയ ക്വാളിറ്റി ഇല്ല, 160 രൂപ കൊടുത്ത് വാങ്ങിച്ചതാണ്, ഇപ്പോൾ കംപ്ലൈൻ്റ് ആയത്. എൻ്റെ മിസ്റ്റേക്ക് തന്നെ, ഞാനിത് ചാർജ് കുത്തിയിട്ട് പെട്ടെന്ന് ചാടി ഇറങ്ങിയപ്പോഴേ തെറ്റായിരുന്നു. അത് ക്വാളിറ്റി വലിയ ക്വാളിറ്റി ഒന്നുമില്ല കേട്ടോ. 160 രൂപയുള്ള സാധനം വലിയ ക്വാളിറ്റി ഒന്നുമില്ല. അപ്പോൾ ഇപ്പോൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ 160 രൂപയാവും. അപ്പോൾ നമുക്ക് ആയിരിക്കുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഊരി കളഞ്ഞു. അല്ല, കണ്ടോണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് ഊരിപ്പോയി. അല്ല, ഞാൻ 2-3 പ്രാവശ്യം അടിച്ചു. അല്ല, തീരെ അങ്ങ് പോയി, തീരെ അങ്ങ് പപ്പടം പോലെ ആയി. അപ്പോൾ നമ്മളെ മറ്റെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ കടക്കാരൻ പറഞ്ഞ ആണി ഊരി കളഞ്ഞു തരുന്നു. ആൾക്കാർ എന്തേടി നോക്കാതെ ഡോറൊക്കെ തുറന്നിട്ട് ഇപ്പം എന്നെ കച്ചവടം തീർക്കുന്നത് വേണ്ടായി ചേട്ടാ. അപ്പോൾ നേരെ വച്ച് പിടിക്കുകയാണ്. നേരെ വീട്ടിൽ ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചോറ് കഴിക്കാണ്ട്. അപ്പോൾ ഇന്ന് ഷാഡയിൽ ഓർഡർ അടിച്ചില്ല കേട്ടോ. ഇന്ന് നഷ്ടം, ഇന്ന് മൊത്തത്തിൽ നഷ്ടമാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാ ദിവസവും ഒരുപോലെ ഇരിക്കില്ല. തിരിച്ച് വീട്ടിൽ എത്തി, ഒരു പരുവായി. അപ്പോൾ ചോറ് കഴിക്കാൻ പോവുകയാണ്. ചോറെന്ന് പറയുന്നത് ചോറുണ്ട്, തീയലുണ്ട്, ഇത് മധുരക്കീര മെഴുക്ക് കിട്ടണം കേട്ടോ. ഭയങ്കര വിശപ്പാണ്. സമയം ഇപ്പം 3:10 കേട്ടോ. മധുരക്കീര ഇന്നലെ നമുക്ക് ടോട്ടൽ കിട്ടിയത് 365 രൂപ 62 പൈസ നമ്മൾ ടോട്ടൽ കിട്ടിയത്. 8 ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 11 to 3 ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഒരു 134 രൂപ കൂടെ കിട്ടിയേനെ കേട്ടോ. ഇൻസെൻറ്റീവ് ഉണ്ടായിരുന്നു. അപ്പോൾ 11 to 3 പിന്നെ 6 ഓർഡർ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 124 രൂപ ഇൻസെൻറ്റീവ് ഉണ്ടായിരുന്നു. 6 ഓവർ കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മളെ ലോഗിൻ ഹവേഴ്സില്ലേ, അത് മാത്രം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. 1:20 ആയപ്പോഴാണ് ലാസ്റ്റ് ഓവർ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ തന്നെ ലോഗൗട്ടായി. കാരണം ഞാൻ ബാറ്ററി ചാർജ് 6% ഉള്ളുമായിരുന്നു. അപ്പോൾ ഈ കേബിളിൻ്റെ കംപ്ലൈൻ്റ് ആണ് കേട്ടോ. ഞാൻ അത് കേബിൾ ഇത് പോയി കേട്ടോ. ഇത് മറ്റേ RDയിലെ കേബിളാണ്. RD എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലേ, അതിൻ്റെ കേബിളാണ്. അപ്പോൾ ഇത് പോയി, ഈ സാധനം പോയിരിക്കുകയാണ്. ഇപ്പോൾ വേറെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ വന്നാലേ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും എല്ലാം കൂടെ.
ഫോണിന് പെട്ടെന്ന് ചാർജ് ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ വെയിലും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് ബാറ്ററി ഡ്രെയിനായി പോകും. അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ സൈഡിൽ കൊടുത്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. ബൈ. ഓക്കെ.